ഫ്രണ്ട്സ് അങ്ങനെ കണ്ടായിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് ഫസ്റ്റ് ഇൻട്രോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പോണത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജിന് കേട്ടോ. അയ്യോ സോറി, അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജിനല്ല ഗൈസ്, അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ മാരേജിന് കേട്ടോ. അലിക്കാക്ക് ഇത് കേട്ടതിനെ കൊല്ലും, കാരണം അലിക്കാക്കാൻ്റെ മോൻ്റെ കേട്ടോ മാരേജ്. അപ്പോൾ അതാ ഞങ്ങൾ ഓട്ടോയിൽ കയറി കേട്ടോ. ഞാൻ, അച്ഛൻ, അക്കു, അമ്മ, ഞങ്ങൾ 4 പേര് കേട്ടോ ഇവിടുന്ന് പോണത്. പിന്നെ അമ്മായിയുടെ വീടിൻ്റെ അടുത്താണ് രാജധാനി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ മാരേജ്. അപ്പോൾ ഒരു സൂപ്പർ കല്യാണം തന്നെ ആയിരുന്നു കേട്ടോ. അങ്കിള് കുറേ ദിവസങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു കല്യാണം കേട്ടോ. അങ്കിള് മാത്രമല്ല ഞങ്ങളും ഡെയിലി ഇവിടെ വന്നിട്ട് കല്യാണത്തിന് വരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് കയറിയതും വെൽക്കം ഡ്രിങ്ക് കിട്ടി. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എൻ്റെ ഈ മോന്ത് എന്തെങ്ങനെയൊക്കെയെന്നല്ലേ ഗൈസ്. എനിക്ക് എന്ത് വെച്ചാലും വോമിറ്റിംഗാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് കാരണമാണ് കേട്ടോ. പക്ഷെ നല്ല ജ്യൂസായിരുന്നു, അവർ പറഞ്ഞു, എനിക്കിഷ്ടമായില്ല. അപ്പോൾ ഇതാട്ടോ മോനും മോളും. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങനെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചത് കയറി. ഇതാണ് നമ്മുടെ കഥാനായകൻ്റെ അച്ഛൻ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അലിക്കാക്ക. അപ്പോൾ അത് അലിക്കാക്ക അങ്ങനെ ഞങ്ങളെ സ്വീകരിച്ച് കയറ്റുകയാണ് കേട്ടോ. അപ്പോൾ അലിക്കാക്കാക്ക് ഞങ്ങൾ വരില്ലേ എന്നുള്ള ഡൗട്ടായിരുന്നു കേട്ടോ, എന്നു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ രാജധാനി ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് അവിടെ ഭയങ്കര പാട്ടാണ് കേട്ടോ. അപ്പോൾ അലിക്കാക്കൻ്റെ ഫാമിലിയൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ഉള്ള ആൾക്കാരാട്ടോ. ഭയങ്കര പാട്ടും ഒപ്പനയും ഡാൻസും ഒക്കെ ആയിട്ട് ഭയങ്കര നല്ല ഒരു ഫംഗ്ഷനായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കണ്ണേട്ടൻ നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ പോയിരിക്കുന്നുണ്ട്. ഞാൻ വെയർത്തു എന്നൊക്കെയാണ് തോന്നുന്നു ആൾ കാണിക്കുന്നത്, പാവം. അപ്പോൾ അതാക്ക് മുകളിൽ നിന്നിട്ട് പാട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും അനിയത്തി, അമ്മായി, എല്ലാവരും നമ്മുടെ ഫാമിലിത്തെ എല്ലാവർക്കും ഷണ്ടായിരുന്നു. ഞങ്ങൾ കൈയൊക്കെ കഴുകിയിട്ട് അടുത്ത ലക്ഷ്യം നമ്മുടെ ഫുഡാണ് താങ്കൾ. ഫുഡിനെ കുറിച്ച് നേരത്തെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫുഡ് എന്താണെന്നൊക്കെ അറിയാം. അപ്പോൾ ഇതാ പോയി കഴിഞ്ഞപ്പോൾ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഗൈസ് എന്നാണ് ഇവർ പറയണത്. കാരണം നിങ്ങൾക്കറിയാം എന്ന് വിചാരിക്കണോ, കാരണം ഞാൻ അതൊന്നും കഴിക്കില്ല. അപ്പം ഞാൻ ചില്ലി ചിക്കനും നല്ല സദ്യയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് മുസ്ലിംസിൻ്റെ കല്യാണത്തിലോട്ട് സദ്യ കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കണ്ണേട്ടൻ വിളമ്പന്ത് ബിരിയാണിയാണ്, ബീഫ് ബിരിയാണിയാണെന്ന് തോന്നുന്നു കേട്ടോ. അതെ ബീഫ് ബിരിയാണിയാണ്. ബീഫ് ബിരിയാണി, ചില്ലി ചിക്കൻ, പിന്നെ ചിക്കൻ മന്തി അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാലഡ്, പിന്നെ സദ്യ കഴിക്കുന്നവർക്ക് സദ്യ കേട്ടോ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, അവരുടെ സർവീസ് അടിപൊളിയായിരുന്നു കേട്ടോ. അവർ അടിപൊളിയായിട്ട് നമുക്ക് വിളമ്പി തരുന്നുണ്ടായിരുന്നു കേട്ടോ. കഴിയുമ്പോഴേക്കും എല്ലാം കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും, ബിച്ചുട്ടനാണെങ്കിലും മക്കൾ, ഇതൊരു ഈന്തപ്പഴ അച്ചാറാട്ടോ. ബിച്ചുട്ടൻ, അമ്മായിമാർ എല്ലാവരും, അച്ഛൻ, അമ്മ ഒക്കെ നന്നായിട്ട് കഴിച്ചു കേട്ടോ. ഇവർ അക്കു മാത്രം കഴിച്ചില്ല, അവന് ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ കഴിക്കുന്നത് സദ്യയാണ് കേട്ടോ. ഇതാണ് എൻ്റെ സദ്യ. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ കൂടെ ഒരു സൗന്ദര്യം കൂട്ടായിരുന്ന പോലെ ചിക്കൻ ചില്ലി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് വെജിറ്റേറിയൻ്റെ കൂടെ നോൺ വെജിൻ്റെ ആകുമ്പോൾ നമുക്കൊരു കൂടുതൽ സന്തോഷമാണല്ലോ. അപ്പോൾ ഗൈസ് ഫുഡ് കഴിച്ച് അടുത്ത ലക്ഷ്യം വാൾ വെക്കുക എന്നുള്ളതായിരുന്നു. വാൾ വെക്കാതിരിക്കാൻ പല ഐഡിയാസ് നോക്കി കേട്ടോ. അപ്പോൾ എനിക്ക് മിഠായി കൊടുക്കുന്നതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ കഴിച്ചതും അനിയത്തിയുണ്ട്. അപ്പോൾ അവൾ ഞങ്ങളോട് പറയുന്നത് എന്നെ ക്യാമറയിൽ പെടുത്തല്ലേ കേട്ടോ. കാരണം അവൾക്ക് ക്യാമറ എന്ന് കണ്ടതിന് ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ അവളെ മനഃപൂർവ്വം ക്യാമറയിൽ പെടുത്തത്. ഞങ്ങൾ ചെക്കൻ അങ്ങോട്ട് എടുത്ത് വന്നിട്ടെ. അപ്പോൾ ഏട്ടനും അനിയനും പാടെ കല്യാണം എൻജോയ് ചെയ്യണം. അവർ ഫുഡ് കഴിക്കാൻ അപ്പോൾ അടുത്ത് വിട്ടിട്ട്